എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഭാരതീയ കലണ്ടറിലെ ഏറ്റവും പുണ്യമുള്ള മാസങ്ങളിലൊന്നായ വൈശാഖ മാസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മാധവമാസം എന്നും ഇതിന് പേരുണ്ട്. ശകവർഷത്തിലെ രണ്ടാമത്തെ മാസമായ വൈശാഖം മഹാവിഷ്ണുവിനെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ കാലമാണ്. മാസാനാം വൈശാഖ ശ്രേഷ്ഠ എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അതായത് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വൈശാഖം തന്നെയാണ്. വൈശാഖ മാസത്തിന് ഇത്രയേറെ പ്രാധാന്യം വരാൻ ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന മാസമാണിതെന്ന് പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പരാമർശിക്കുന്നു. രണ്ടാമത്തേത്, വിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളിൽ പ്രധാനപ്പെട്ട 3 അവതാരങ്ങൾ നടന്നത് വൈശാഖ മാസത്തിലാണ്. പരശുരാമനും ബലരാമനും അക്ഷയ തൃതീയ നാളിലും നരസിംഹമൂർത്തി വൈശാഖത്തിലെ ശുക്ലപക്ഷ ചതുർദശി നാളിലും അവതരിച്ചു എന്ന് പറയപ്പെടുന്നു. കലിയുഗ ദോഷങ്ങൾ നീക്കാൻ വൈശാഖ മാസത്തിലെ വിഷ്ണു ഭജനം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈശാഖ മാസത്തിൽ സൂര്യോദയത്തിന് മുൻപുള്ള സ്നാനം ഏറ്റവും പുണ്യകരമാണ്. ഇത് പാപങ്ങളെ കഴുകിക്കളയുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും ഈ മാസത്തിൽ നിരന്തരം ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് മനസ്സിനും വീടിനും ഐശ്വര്യം നൽകുന്നു. കൂടാതെ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാസമാണ് വൈശാഖ മാസം. ചൂടുകാലമായതിനാൽ ദാഹിക്കുന്നവർക്ക് വെള്ളം, വിശക്കുന്നവർക്ക് ഭക്ഷണം, കുട, ചെരുപ്പ് എന്നിവ ദാനം ചെയ്യുന്നത് വലിയ പുണ്യമായി കണക്കാക്കുന്നു. ഒരു ചെറിയ ദാനം പോലും ഈ മാസത്തിൽ 10 മടങ്ങ് ഫലമാണ് നൽകുന്നത്. വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അക്ഷയ തൃതീയ. അന്നേ ദിവസം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല. ന ക്ഷയം അക്ഷയം എന്നാണ് വിശ്വാസം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഈ ദിവസം ഏറെ വിശേഷപ്പെട്ടതാണ്. ചുരുക്കത്തിൽ, ഭക്തിയോടും ശുദ്ധിയോടും വൈശാഖ മാസം ആചരിച്ചാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഈ മാസം മുഴുവൻ വ്രതമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രധാന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും നാമജപത്തിൽ മുഴുകാനും നമുക്ക് ശ്രമിക്കാം. ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു വൈശാഖ പുണ്യകാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.